ഹലോ, ഇന്ന് നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ പോകാം കേട്ടോ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിഥീനെ കാണണം പറഞ്ഞാണ് പോണത്. അപ്പോൾ അതിഥി ഉണ്ടോയെന്ന് നോക്കാം. വല്യമ്മ മാത്രമേ ഉള്ളൂ. വല്യമ്മ വരാം. അപ്പോൾ അവിടെ താറാക്കുട്ടിയുണ്ട്. അപ്പോൾ താറാക്കുട്ടീനെയും കൂടി കാണാൻ പറഞ്ഞിട്ട് രണ്ടാളിനെയും കൂടി ഞാൻ കൂട്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആ സൈഡ് പോകുമ്പോൾ താറാക്കുട്ടീനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. താറാക്കുട്ടിയാണെന്ന് കണ്ടില്ല. അപ്പോൾ ശരി എന്നാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് പൂ വേണം പറഞ്ഞപ്പോൾ പൂ വലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ പൂവൊക്കെ വലിക്കാൻ അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അവിടെ വലിക്കാനോട്ട് വീക്കോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴ്ത്തി കൊടുത്തു. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അവിടെ. ഒരു വെള്ളപ്പൂവൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. ചെണ്ടുമല്ലി ഉണ്ട് അവിടെ. ചെണ്ടുമല്ലി കാണാൻ രസമല്ലേ? ഇപ്പോൾ ഒരു പൂക്കം ഇത് ഓണം കഴിഞ്ഞ് പിന്നെ ചെണ്ടുമല്ലി കാണുമ്പോൾ ഒരു നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് ഉള്ളോട്ടൊക്കെ പോയിട്ട് ഇത്തിരി കളിക്കാനുണ്ട് രണ്ടാളും കൂടി. അപ്പോൾ അതിഥിയുടെ വണ്ടി കേട്ടോ, ഏട്ടൻ്റെ മോളാണ് അതിഥി. അപ്പോൾ അവരുടെ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അപ്പോൾ വിക ചോദിക്കുകയാണ് ഇങ്ങനെ അതിഥി എപ്പോൾ വരുന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ വരുന്നൊക്കെ പറയണ കുട്ടിയുടെ അടുത്ത്. അപ്പോൾ താറാക്കുട്ടീനെ കണ്ടു. താറാക്കുട്ടീനെ കണ്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ വല്യച്ഛൻ്റെയും എല്ലാവരുടെയും ഫോട്ടോ കിട്ടും. ഈ വീട്ടിൽ വന്ന് ഭയങ്കര എന്താ പറയുക, ഒരുപാട് ആരെ മിസ് ചെയ്യണിച്ചത് വല്യച്ഛനാന്ന് പറയും. അതിപ്പോൾ മരിച്ചു. അപ്പോൾ വികയും കൂടി ഇങ്ങനെ കളിക്കുക കേട്ടോ. വിക ഇങ്ങനെ മടിയിലേക്ക് വെച്ചിട്ടേ. വിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അതവൾ കാണിക്കും. ഇങ്ങനെ ഇറുക്കും അല്ലെങ്കിൽ ഉമ്മ വയ്ക്കും, അങ്ങനെയൊക്കെ കാണിക്കും. നികയ്ക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഇറുക്കണത് ഇഷ്ടമല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയാണ് അവൾ. അപ്പോൾ വല്യമ്മയുടെ ഒപ്പം ഇങ്ങനെ കളിക്കുക കേട്ടോ. അതാണ് വല്യമ്മ അങ്ങനെ ടീച്ചറായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായിട്ട് വീട്ടിലെ കാര്യമൊക്കെ നോക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ വല്യമ്മ അവളെങ്ങനെ അപ്പോഴാണ് നമ്മുടെ അൻഷിയുടെ ആരിഫിയുടെയും ഉമ്മ വന്നത് കേട്ടോ. ഫസ്മൈ താത്ത നമ്മൾ ചെറുപ്പത്തിൽ അൻഷിയും ആരിഫിയും ഒക്കെ കളിച്ചിട്ട് ഒപ്പം കളിച്ചാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരെയും അവർക്ക് കാണാനൊരു ഭാഗ്യം അല്ലേ? എന്തൊരു സന്തോഷമായിരിക്കില്ലേ നമുക്ക്. ചെറിയ ആളിനെയൊക്കെ എടുത്ത് ഓരോ വിശേഷം പറയണം.